ഇന്ന് ക്രിസ്മസ് ആണ്. ക്രിസ്മസ് ആഘോഷമായി ലോകം ഒന്നുചേരുമ്പോൾ ബറോസ് എന്ന മോഹൻലാൽ ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. ഈ അവസരത്തിൽ ബറോസ് എന്ന സിനിമ കാണാൻ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുമോ എന്നൊരു ചോദ്യം ഉയരുമ്പോൾ പ്രേക്ഷകർ തന്നെ ഒരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ ഉച്ചവരെയുള്ള എല്ലാ ക്രിസ്മസ് ആഘോഷ പരിപാടികളും മാറ്റിവെച്ച് തങ്ങളുടെ ലാലേട്ടന്റെ ആദ്യ സംവിധാന സംരംഭം ഏറ്റവും ആദ്യ ഷോ തന്നെ കാണാൻ കയറുന്നു. വൂഡു, ബറോസ്, ഇസബെല്ല എന്നിവർ മനസ്സിൽ പതിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. സിനിമ വലിയ വിജയമാകുമെന്ന് മനസ്സ് പറയുന്നു. ക്രിസ്മസ് എന്ന ദിനത്തിന്റെ പ്രാധാന്യം ഒരു ഭാഗത്ത് നൽകുമ്പോൾ പ്രേക്ഷകർ തങ്ങളുടെ മോഹൻലാൽ എന്ന നടനെ, അദ്ദേഹത്തിന്റെ സംവിധാനത്തെ കാണാൻ വേണ്ടി തിയേറ്ററിലേക്ക് എത്തുകയാണ്. അവരുടെ വാക്കുകളും പ്രതീക്ഷകളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം മുതലേ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത്. ഇന്നേ ദിവസം ക്രിസ്മസ് ദിനത്തിന് ബറോസ് നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അവർ പങ്കുവച്ചതും ഇതൊക്കെ തന്നെയാണ്. ഇതൊരു സ്ഥിരം മോഹൻലാൽ കൊമേഴ്ഷ്യൽ ടൈപ്പ് ആഘോഷപടമല്ല. മുതിർന്നവർക്കും ആസ്വദിക്കാൻ കഴിയുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമയാണ്. മുഴുവനായും 3D ഷൂട്ട് ചെയ്ത സിനിമയാണ്. ടെക്നിക്കൽ സൈഡ് ക്വാളിറ്റി ടീംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അസാധാരണമാം വിധം പോകാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ഒരു സാധാരണ ചെറിയ സിനിമ പോലെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ബറോസ്. ഈ ഒരു പ്രായത്തിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രയത്നിക്കുന്ന മോഹൻലാൽ എന്ന കലാകാരന്റെ കമ്മിറ്റ്മെന്റ് കൂടെയാണ് ഈ സിനിമ. പ്രതീക്ഷകൾ പങ്കുവച്ചുകൊണ്ട് മറ്റൊരു പ്രേക്ഷകനും എത്തി. പ്രേക്ഷകൻ പറഞ്ഞതുപോലെ സാധാരണമാം വിധം പോകാനുള്ള കാര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും ഒരു സാധാരണ ചെറിയ സിനിമ പോലെ തിയേറ്ററിലേക്ക് എത്തുകയാണ് ബറോസ്. ബറോസ് എന്നാൽ ഒരു സാധാരണ ചെറിയ സിനിമയല്ല, വലിയ സിനിമ തന്നെയാണ്. എന്നിട്ടും സാധാരണ രീതിയിലേക്കാണ് ബറോസ് എന്ന സിനിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അതൊരു ആശങ്കയായിട്ട് പലരും പറയുന്നുണ്ടെങ്കിലും ഏറെ ആഘോഷിക്കപ്പെടേണ്ടുന്ന, എക്സൈറ്റ്മെന്റ് ഉണ്ടാവേണ്ടതുമായ ഒന്നാണ് മോഹൻലാലിന്റെ ഫസ്റ്റ് ഡയറക്ടോറിയൽ വെഞ്ചർ എന്നത്. എന്നാൽ ഇന്നേ ദിവസം റിലീസ് ആകാൻ പോകുന്ന ബറോസ് വലിയ ഓണങ്ങളും ആവേശങ്ങളും സൃഷ്ടിക്കാതെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ ആ വലിയ സ്വപ്നം തീരെ മോശമായി സാക്ഷാത്കരിക്കില്ല എന്നൊരു വിശ്വാസം എല്ലാവർക്കുമുണ്ട്. കുട്ടികൾക്കും കുട്ടികളുടെ മനസ്സുള്ള മുതിർന്നവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്ന ഒരു ഫീൽ ഗുഡ് ഫാന്റസി മൂവിയാകും ബറോസ് എന്നാണ് ഇതുവരെ വന്ന അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ലെറ്റ് ദ ഫിലിം സ്പീക്ക്, അതെ സിനിമ സംസാരിക്കട്ടെ എന്നത് തന്നെയാണ് ആത്യന്തികമായ അവസാന വാക്കുകൾ. എന്തായാലും വലിയ പ്രതീക്ഷകളില്ലാത്ത പല പ്രേക്ഷകരും ഇപ്പോൾ പ്രതീക്ഷ വയ്ക്കുകയാണ്. റിലീസ് സമയമായപ്പോൾ പടത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ട്, ഒരു പോസിറ്റീവ് വൈബ്. പുള്ളിയുടെ സ്വപ്നമാണ് ആദ്യമായും അവസാനമായും സംവിധാനം ചെയ്യുന്ന സിനിമ. അതുകൊണ്ട് തന്നെ എന്തായാലും കണ്ടിരിക്കും. എബോ അവറേജ് റിപ്പോർട്ട് വന്നാൽ തന്നെ മോശമല്ലാത്ത പെർഫോമൻസ് കാഴ്ചവെക്കും എന്ന് കരുതുന്നു. ക്രിസ്മസ് ആണ്, വെക്കേഷൻ ആണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും തിയേറ്ററിൽ ബറോസ് എന്ന ഒരു ചിത്രം കാണാൻ പോകുന്ന എക്സൈറ്റ്മെന്റും എല്ലാം പങ്കുവയ്ക്കുകയാണ് പ്രേക്ഷകർ. എന്തായാലും ആത്യന്തികമായി ആ തിയേറ്റർ സ്ക്രീനിൽ ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന് എഴുതി കാണുന്നത് കാണാനുള്ള വലിയൊരു ആകാംക്ഷ ഇപ്പോഴേ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഇന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും. 46 വർഷത്തെ സിനിമാ ജീവിതത്തിൽ 360 പരം സിനിമകൾ ചെയ്ത മോഹൻലാൽ ആദ്യമായി വരവറിയിച്ചത് വില്ലനായാണ്. പിന്നീട് സഹനടനായും നായകനായും പാട്ടുകൾ പാടിയും ക്യാമിയോ റോളുകളിലൂടെയും ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും നമുക്ക് പരിചിതമാണ്. പ്രൊഡ്യൂസർ, വോയിസ് ഓവർ, നറേറ്റർ എന്ന് വേണ്ട നാടകാഭിനയത്തിലും ശ്രമിച്ചിട്ടുള്ള മോഹൻലാൽ ആദ്യമായി സംവിധാന വേഷം അണിയുന്ന ചിത്രം. അനുഭവ സമ്പത്ത് ഉള്ളതുകൊണ്ട് ഒരാൾ നല്ല നടനോ സംവിധായകനോ ആവണമെന്നില്ല. കാരണം ഒരു സിനിമ എന്നത് അത് കാണുന്ന പ്രേക്ഷകർ കൂടെ വിലയിരുത്തപ്പെടുമ്പോൾ ആണ് പൂർണ്ണമാകുന്നത്. ഒരു സിനിമയ്ക്കും എല്ലാ പ്രേക്ഷകരെയും ഒരേപോലെ തൃപ്തിപ്പെടുത്താൻ ആവില്ല എന്നിരിക്കെ ചില സിനിമകളുടെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ തിയേറ്റർ കളക്ഷൻ, ബഡ്ജറ്റ് എന്നിവ മാത്രമാണ് എന്നിരിക്കെ ബറോസിലുള്ള പ്രതീക്ഷ ആ സിനിമയുടെ ജോണറിന് നീതി പുലർത്തണം എന്നാണ്. മികച്ച ടെക്നിക്കൽ സൈഡുള്ള സിനിമ മാത്രമായി ചുരുങ്ങാതെ ടാർഗറ്റഡ് ഓഡിയൻസിന് തൃപ്തി നൽകുന്ന ഒരു നല്ലൊരു എൻഡ് പ്രോഡക്റ്റ് ആയി തീരണം എന്നാണ്. 3Dക്കും കഥയ്ക്കും മ്യൂസിക്കിനും അഭിനയത്തിനും ഒരുപോലെ പ്രാധാന്യം ഉണ്ടാക്കി എടുക്കുക എന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. 3D എന്നത് പ്രധാന ആകർഷണമാണ്. എന്നിരുന്നാലും മോഹൻലാൽ തന്നെ പറഞ്ഞതുപോലെ കാണുന്ന പ്രേക്ഷകർക്ക് തലവേദന എടുക്കുന്ന രീതിയിലുള്ള ഓവർ ചേരുവകൾ ഇല്ലാതിരിക്കട്ടെ. മൈ ഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ള പാർപ്പ് മാതൃകകൾ ഉള്ളത് തന്നെയാണ് ബറോസ് നേരിടേണ്ടി വന്നേക്കാവുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. 1984 ലോക സിനിമയ്ക്കൊപ്പം കിടപിടിക്കാൻ പോകുന്ന ഒരു സൃഷ്ടി ഇങ്ങ് കേരളത്തിൽ ഉണ്ടായി തന്നെ ഒരു അത്ഭുതമാണ്. അന്നത്തെ പ്രേക്ഷകർക്ക് മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ന് പക്ഷേ ടെക്നോളജി, പ്രേക്ഷകരുടെ സിനിമാ ആസ്വാദനം ഒക്കെ വളർന്നു. ഒരുപാട് 3D സിനിമകൾ കണ്ട് പരിചയമുള്ള അവതാർ, ലയൺ കിങ് പോലെയുള്ള സിനിമകൾ കണ്ട് ശീലിച്ച ആളുകൾക്കിടയിലേക്കാണ് വർഷങ്ങൾക്ക് ശേഷം ആണെങ്കിൽ കൂടിയും ഒരു മുഴുനീള 3D ഫോർമാറ്റിൽ ചിത്രീകരിച്ച് ബറോസ് വരുന്നത്. ഉദയാണ് താരത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച ഉദയൻ തന്റെ ആദ്യ സിനിമയായ അന്ന് പെയ്ത മഴയിൽ തിയേറ്ററിൽ കാണാൻ ആവാതെ പ്രൊഡ്യൂസർ ബേബിക്കുട്ടനെ വിളിച്ചു ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. എനിക്ക് വല്ലാത്ത ടെൻഷനാണ് ബേബിക്കുട്ട, ആളുകൾ എന്റെ സിനിമ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതൊക്കെ. ബേബിക്കുട്ടൻ: എന്തായാലും മാറ്റിനിയോടെ ജനങ്ങൾ വിധിയെഴുതും, ഭയപ്പെട്ടിട്ട് എന്ത് കാര്യം. മോഹൻലാൽ എന്ന ഡയറക്ടർ ഈ ടെൻഷൻ ഉണ്ടോ എന്നറിയില്ല. ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ ആ ടെൻഷനിലാണ് ഞാനും. മോഹൻലാൽ സംവിധായകനാവുന്ന ആദ്യ സിനിമ. ബറോസ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന ഓരോ പ്രേക്ഷകന്റെയും വാക്കുകൾ ഇതൊക്കെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ പ്രീസെയിലൂടെ ഏതാണ്ട് 1.77 കോടി നേടിയെന്നുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും ബറോസിന്റേതായി വന്നിരുന്നു. സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രീസെയിലാണ് ബറോസ് എന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതും.